മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. ഇന്നലെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം 20-ാം തീയതി നവംബർ 20-ന്. അപ്പോൾ ഇന്നലെ ബേക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോയില്ലെന്നല്ല, അതിൻ്റെ ബിറ്റ്സൊക്കെ ഉണ്ട്, ഞാനത് വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് വേറൊരു സംഭവമൊക്കെ ഉണ്ട്, ഞാൻ പറയാം അതൊക്കെ. ഇപ്പം നമ്മൾ ഹിത്തി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ അവിടെ പച്ച കളറ് വെള്ളം അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടുന്ന് ഹേലിന്ന് ഒരു മണിക്കൂർ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും പോവാം. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും നിങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഗൈസ്, ഇന്നായിരുന്നു നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി, നവംബർ 20-ാം തീയതി. അപ്പോൾ ഞങ്ങൾ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എൻ്റെ ഇടയിൽ ഞാൻ ബാക്ക് ഒരു ടീഷർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ 3 ആഴ്ച മുന്നേ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെടുത്തില്ല. നമ്മളെ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പം ഡ്രസ്സ് എടുക്കണം, ഒരു കേക്ക് കട്ട് എന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഡ്രസ്സിൻ്റെ കാര്യം എങ്ങനെയാണ്, ഡ്രസ്സ് എടുക്കണം ഞാൻ കുറേ ആയി പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങ് നീണ്ടുപോയി. എന്നിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടും എടുത്തിട്ടില്ല. അപ്പം പിന്നെ കേക്ക് എന്ന് വെച്ചാൽ അൻഷാദിക്കയും പിന്നെ ദിലുവും കൂടിയിട്ട്, അൻഷാദിക്കൻ്റെ വൈഫാണ്, അൻഷാദിക്ക എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ദിലുവും അൻഷാദിക്കയും കൂടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ടിങ് എന്താ പറയുക, തലേന്ന് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കട്ട് ചെയ്തു. ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും ഈ എന്താ പറയുക ഓഡിയോയും ഈ വീഡിയോയും തമ്മിൽ ഒട്ടും മാച്ച് ഉണ്ടാവില്ല. കാരണം ഈ വീഡിയോൻ്റെ ഓഡിയോ ഞാൻ എന്തോ അറിയത്തില്ല, കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് കേക്കിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ കഥ. അപ്പം ഇപ്പം ഞാൻ 20-ാം തീയതി സാധാരണ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി വന്നു കഴിഞ്ഞാലേ ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് രാവിലെ എത്തുമ്പോഴാണ് ഞാൻ എണീക്കാറ്. ഞാനൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ നിന്നിട്ട് നേരത്തെ എണീച്ചു. പിന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുത്ത് കഴിയുമ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നല്ല വെള്ളയപ്പവും കടലയും നല്ല പൊറോട്ടയും ഡാലാണ് കഴിച്ചത്. എൻ്റെ പൊന്നും ഭയങ്കര ടേസ്റ്റാണ് പൊറോട്ടയും ഡാലും. എന്നോട് പറഞ്ഞില്ല അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഓക്കെ, എനിക്ക് പക്ഷേ ഇതിഷ്ടമാണ് കേട്ടോ, വെള്ളയപ്പവും കടലയും എനിക്കിഷ്ടമാണ്. ഇത് പറയുന്നത് ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് എണീച്ചത്. ആ ടൈം പിന്നെ എൻ്റെ മുഖത്ത് പിന്നെയും കുരുക്കൾ വന്നു തുടങ്ങി. ഈ പോകുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് മിനി കൂപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പള്ളിയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ചേ എടുത്തുള്ളൂ, കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പൂ കിട്ടിയ ഭയങ്കര സന്തോഷം. അതറിയുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും ഒന്നും കൊണ്ട് വരുള്ളൂ. അങ്ങനെ ആക്കിയിട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ലടിച്ചു എന്നൊക്കെ പറയില്ല, അതുപോലെ എനിക്ക് മനസ്സിലായി സംഭവം എന്താണ്. പക്ഷേ ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പൂ ഭയങ്കര എനിക്കിഷ്ടമാണ്, പക്ഷെ പൂവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വേറെ എന്തെങ്കിലും ആയിരിക്കും ഒപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് പൂവൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും വണ്ടിക്കില്ല, അപ്പോൾ നമുക്ക് എന്തായാലും മോളിലോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ മോളിലേക്ക് പോവുകയാണ് നമ്മൾ. എന്തിനാന്ന് വെച്ചാൽ ബാക്ക് ടീഷർട്ട് എടുക്കാനാണ്. കാരണം എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് വരുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ബാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി 3-4 ഷോപ്പിൽ കയറി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാറായി, എന്നാലും കുറച്ച് മുന്നേ ഡ്യൂട്ടിക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പിന്നെയും ബീച്ചിൻ്റെ സൈഡ് പള്ളീൻ്റെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എന്താ പറയുക, രാത്രിയായി ഒരു 6 മണി ആ ടൈമാണിത്. അങ്ങനെ പള്ളി കണ്ട എന്ത് ഭംഗിയാണെന്നറിയോ, ആകാശം ആ പള്ളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണ്ട ആ ആകാശം, ഇപ്പുറത്തെ ആകാശം കണ്ട എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു നമ്മൾ.
അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് നേരെ വീട്ടിലോട്ടൊക്കെ വിട്ടു. അത്രയൊക്കെ തന്നെയാണ് എന്താ പറയുക, വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറി അടിച്ച് പൊളിക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് 3 മണിക്കായിരുന്നു ഇറങ്ങിയത്. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി ജസ്റ്റ് ഉറങ്ങി. കാരണം അപ്പം മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, അതെ നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. അങ്ങനെ നല്ല കാലാവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ പോയതാണ് രാവിലെ. അത് കഴിഞ്ഞ് രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 11 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ട് വരുമ്പോൾ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പം ഗൈസ്, ഞാനിത് ഇവിടെ നിർത്തുവാണ്, കാരണം ഭയങ്കര ലോങ് ആയിപ്പോവും. അടുത്ത എവിടെയാണ് പോയത്, നമ്മൾ ഇത്തി ബീച്ചിൽ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം എന്താ, പിന്നെ ടീഷർട്ട് കിട്ടി കേട്ടോ. ടീഷർട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പാർട്ട് 2 ആയിട്ട്. ഓക്കെ, ബൈ.